വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ ഖുർആൻ പഠനം എളുപ്പമാക്കുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഖുർആൻ എന്ന് പറയുന്നത് ഓരോ ഹർഫിനും 10 കൂലി വെച്ച് നമുക്ക് ഓടുന്ന എല്ലാ സമയവും കൂലി ലഭിക്കുകയും ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഖുർആൻ ഓടുന്നത് കണ്ടിട്ട് വേറെ കുട്ടികൾ ഖുർആൻ ഓടുമ്പോൾ ചിലപ്പോൾ അതിന്റെ കൂലിയും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ പ്ലസ് പോയിന്റ് ആയിക്കാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കണം. അതായത് ചലനങ്ങൾ ചിലപ്പോൾ അനാവശ്യമായ ചലനങ്ങളുണ്ട്, ആവശ്യമായ ചലനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്തുള്ള ആളുകളുടെ സ്വഫ് റെഡിയാക്കാൻ വേണ്ടി നമ്മളോട് നീങ്ങി നിൽക്കുക എന്നുള്ളത് ആവശ്യമായ ചലനമാണ്. എന്നാൽ നിസ്കരിക്കുമ്പോൾ മുടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൈവദിക്കുന്നത് അനാവശ്യമായ ചലനമാണ്. അത് ഒഴിവാക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെയാണ് കിബിലയുടെ ദിശയിനോട് നമ്മളൊരു ബഹുമാനം കാണിക്കണം എന്നുള്ളത്. അഥവാ കിബില ദിശയിലേക്ക് നേരെ നോക്കി നമ്മൾ തുപ്പാനോ അതിൽ കാല് നീട്ടി വെക്കാനോ പാടില്ല. തന്നെ നമ്മൾ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് നടന്നു പോകുകയാണെങ്കിൽ ഓരോ അടിക്കും നമ്മൾ ഓരോ തിന്മ കുറയുകയും നമുക്ക് ഓരോ നന്മ കൂടുകയും ചെയ്യാൻ പ്രബലമായ ഒരു സുന്നത്തായതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് നല്ലൊരു നിയ്യത്തുണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകം നിസ്കാരം ശരിയാവുന്നില്ല. പിന്നെ പറയാനുള്ള കാര്യമാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥന. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് اللهم اجعل في قلبي نورا وفي لساني نورا وفي سمعي نورا اللهم اجعل من فوقي نورا ومن امامي نورا اللهم اجعل من خلفي نورا ومن تحتي نورا اللهم اعطني نورا. ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ. പിന്നെ നമ്മൾ ഖുർആനിനെ ആദരവോടെ കൈകാര്യം ചെയ്യണം. അഥവാ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ വാക്കിനും അതിൻ്റെ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ ഓതുകയും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് അറിയാം, നമ്മൾ പള്ളിയിൽ നിന്ന് ചെയ്യുന്ന എല്ലാ അച്ചടക്കത്തിനും നമുക്ക് അതിൻ്റെതായ കൂലി കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ നേതൃത്വം നൽകുന്ന ഇമാമുമാർക്കും നമുക്ക് മൂത്തവരായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവരും നമ്മൾ ബഹുമാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് കൂലി ലഭിക്കും. പിന്നെ പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനമാണ്. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ബാക്കി പുറത്തെടുക്കുന്ന ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല. അത് അള്ളാഹുവിന് തീരെ ഇഷ്ടവുമല്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനും കൂലിയുണ്ട്. പിന്നെ പറയാനുള്ളത് പള്ളി എന്ന് പറഞ്ഞാൽ ഇബാദത്തുള്ള സ്ഥലമാണെന്ന് ഓർക്കുക. പള്ളി ഇബാദത്തുള്ള സ്ഥലമാണെന്ന് ഓർക്കുമ്പോൾ തന്നെ മേൽപ്പറഞ്ഞ എല്ലാ മര്യാദകളും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം ലഭിക്കുന്നതാണ്. അതായത് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പള്ളിയാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പാതിയാണ് വൃത്തി എന്നുള്ളത്. നാം അതുകൊണ്ട് തന്നെ നാം നമ്മളുടെ വീടും പരിസരവും നന്നായി സൂക്ഷിച്ച് വൃത്തിയായി ശുചീകരിക്കേണ്ട. മര്യാദകളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഉള്ളതാണ് ഉറങ്ങുന്നതിന് മുൻപ് വുളു ചെയ്യുക എന്നത്. ഉറങ്ങുന്നതിന് മുൻപ് വുളു ചെയ്താലുള്ള ഗുണം, നാം ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ മലക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഇസ്ലാമില് ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദകൾ ഒതുകൊടുക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. അതെന്ന് വെച്ചാല് ഒതുവിന് പകരമായി ഭക്ഷണം കഴിക്കുക എന്നല്ല. അഥവാ നമ്മൾ ഒതുകൊടുത്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് വായിൽ എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ കൊപ്പിളിച്ച് കഴുകിയിട്ട് ഒരു മണി നിലത്ത് വീണാൽ അത് നമ്മൾ കഴുകിയിട്ടെങ്കിൽ അത് തിന്നണം. അതുപോലെ നമ്മൾ ശൈത്താന് വേണ്ടി ബാക്കി വെക്കാൻ പാടില്ല. ശുദ്ധവും മാന്യവുമായ വസ്ത്രം ധരിക്കുക. പള്ളിയിൽ കയറുമ്പോൾ ദുആ പറയുക. പള്ളിയിൽ കയറുമ്പോൾ ദുആ ചൊല്ലി വലുതാലി വെച്ച് പള്ളിയിൽ കയറുക. പള്ളിയിൽ അനാവശ്യമായ സംസാരങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കാനായിട്ട് പോവുക. നജസായ വസ്ത്രമൊന്നും കണ്ടാൻ പാടില്ല. പള്ളി കയറുമ്പോൾ അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പള്ളി കയറി ഓൺ ദ സ്പോട്ട് ഇരിക്കുക എന്നുള്ളത്. ഇരിക്കാതെ നീച്ച് നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ശുചിത്വം ഈമാന്റെ ഭാഗമാണെന്ന് വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസം പറഞ്ഞ വൃത്തി ഈമാന്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന റോഡിൽ ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ പോട്ടെ ഒരു പ്ലാസ്റ്റിക് ആർക്കെങ്കിലും തടസ്സമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ചുകൊണ്ട് സൈഡുകൾ ക്രോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുള്ള സ്വഹാബകളോട് പറഞ്ഞു, തീർച്ചയായും മുടി ഈ രീതിയിൽ വെട്ടുന്നത് ഇസ്ലാമിൽ പെട്ടവരല്ല. 3 മണിക്ക് പോയി ചായ കുടിക്കുക, അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയും ഒന്ന് വെള്ളത്തിന് വേണ്ടിയും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ എന്നാൽ അവിടെ നാം ഭക്ഷണത്തിന് കുറെ മര്യാദകൾ നമുക്ക് ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. വലുത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. എന്നാൽ അദ്ദേഹം തെജ്വീദ് തെറ്റുകളും എല്ലാം സാറുമാരും പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിന് അനുസരിച്ച് പിന്നെ നമുക്ക് തെജ്വീദ് തെറ്റുകൾ മാറ്റി അതിനനുസരിച്ച് പാരായണം ചെയ്യാം. ആറോളം വിഷയങ്ങളോടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമായി, ഉദാഹരണത്തിന്
പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകൾ പറഞ്ഞ ആൾക്കാരുണ്ട് അല്ലേ? പള്ളിയുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ പള്ളിയിലെ മര്യാദകൾ ചില വിഷയങ്ങൾ 2 ടീം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുടി വെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടീമാണ് അവതരിപ്പിച്ചത് അല്ലേ? ഒരൊറ്റ ടീമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആ വിഷയമാണ് കുറച്ച് അതേപോലെ തന്നെ ഉറക്കത്തിൻ്റെ മര്യാദകൾ ഈ വിഷയങ്ങൾ നമ്മളിവിടെ പറഞ്ഞത്. G5 അതായത് ഐഹാം